നമസ്കാരം. കേരളത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം യുവാക്കൾ, അതായത് ഇസ്രായേലി ദമ്പതികളെ അപമാനിച്ച് ഇറക്കിവിട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വർഗീയമായ ചിന്തകളുള്ള മുസ്ലിം യുവാക്കളാണ്, അതായത് ലെബനോനും പാലസ്തീനും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ വാർത്തകളൊക്കെ കേട്ടിട്ട് ആ ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയ വിഷം വെച്ച് നമ്മുടെ കേരളത്തിൽ നൂറ്റാണ്ടുകളോളം താമസിക്കുകയും അവർക്ക് ആരാധനകൾ പണിയുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും എല്ലാം ചെയ്ത് നമ്മളോട് ഇപ്പോഴും സുഹൃത്തുകരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇസ്രായേലുകൾ എന്ന് പറയുന്നത്. ഇസ്രായേലി ജനങ്ങൾക്ക് തന്നെ ഇന്ത്യയെക്കുറിച്ച് വളരെ മതിപ്പാണ്, ഇന്ത്യക്കാരെ കുറിച്ച് വളരെ മതിപ്പാണ്, കേരളയെ കുറിച്ചും വളരെ മതിപ്പാണ്. അതിന്റെ പേരിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ചൈനയോട് പോലും ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഞങ്ങളെ തോപ്പിക്കണം എന്ന് പറഞ്ഞ ഏക രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഇസ്രായേലിനെയാണ്, അതായത് കാശ്മീരിൽ നിന്ന് കച്ചവടത്തിനായിട്ട് കേരളത്തിൽ വരികയും കുമളിയിൽ അവർ കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന ഇസ്രായേലി ഫാമിലിയെ അത് ഇസ്രായേലികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം അപമാനിച്ച് ഇറക്കി വിട്ടു എന്നുള്ള ആ അപമാനിച്ച് ഇറക്കി വിടുന്ന വീഡിയോ വരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു നാട്ടുകാരന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവര് തന്നെ ഇടപെട്ട് ഇസ്രായേലി ഫാമിലിയോട് നാടിന് വേണ്ടി, ഞങ്ങളുടെ നാടിന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും മാപ്പ് പറഞ്ഞു എന്നുള്ള വോയിസ് വരെ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. ഈ മുസ്ലിം യുവാക്കൾ കാശ്മീരിൽ നിന്നാണ് കേരളത്തിൽ എത്തിയതെന്നും കേരളത്തില് സ്ഥാപനം, അതായത് ഒരു കട തുടങ്ങുകയാണെന്നും അവിടെയാണ് ഈ ഇസ്രായേലികൾ വന്നത്. നാട്ടുകാരെ ഇടപെട്ട് ഇതിപ്പോൾ വലിയ ഒരു സംഭവമായി മാറുകയാണ്, സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിക്കുകയാണ്. കാരണം ഈ മതാടിസ്ഥാനത്തിലുള്ള വർഗീയ വിഷം ചീറ്റല് കാര്യങ്ങളെല്ലാം, ഇങ്ങനെ മതത്തിന്റെ പേരിൽ ജൂതന്മാരോടുള്ള വെറുപ്പ്, അത് ശരിക്കും ജൂതന്മാർ വെറുക്കപ്പെടേണ്ടവരാണോ എന്ന് ഒന്ന് ആലോചിക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇതിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ തന്നെ, കാർഗിൽ യുദ്ധത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിനെ ആക്രമിച്ച് ഓടിക്കാൻ പറ്റാത്ത മലമുകളിൽ വീഴാൻ പറ്റിയ ലേസർ അധിഷ്ഠിതമായ ബോംബുകൾ വരെ ഇസ്രായേലി എഞ്ചിനീയർമാരാണ് ഇന്ത്യയിൽ എത്തിച്ച് അത് ഇന്ത്യൻ മിറാഷുകൾക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പട്ടാളക്കാർ, അതായത് പാകിസ്ഥാൻ ബങ്കറുകൾ തകർക്കാനൊക്കെ പറ്റിയത്. അത്ര ബന്ധമുള്ള ഒരേ ഫാമിലി പോലെയുള്ള രണ്ട് സംസ്കാരങ്ങളാണ് ഇസ്രായേലിന്റെയും ഭാരതത്തിന്റെയും. ആ ഭാരതത്തിൽ കേരളം എന്ന കൊച്ചു സ്ഥലത്ത് കാശ്മീരിൽ നിന്ന് വന്ന് കച്ചവട സ്ഥാപനം നടത്തുന്നവരാണ് ഈ അവഹേളിച്ചത് എന്നറിയുമ്പോഴാണ് ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ മനസ്സിലാവുന്നത്. ഇന്ത്യക്കാരെ വളരെ സുഹൃത്തുക്കളായിട്ടാണ് റഷ്യക്കാര് അതുപോലെ ഇസ്രായേലികളൊക്കെ കാണുന്നത്. അവരെയൊക്കെ ഇവിടെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാരതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പൊ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത്. കാരണം ജാതി മതം ഒന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ഉള്ളൂ. ഇവിടെ ഭാരതം എന്ന് പറഞ്ഞാൽ മതേതരത്വ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാ മതസ്ഥരും ഒരുപോലെ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ജൂതനെന്നോ ക്രിസ്ത്യനെന്നോ ഇസ്രായേലികളെന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ഒന്നും വേർതിരിവ്, സിഖ് പാഴ്സി ഇതൊന്നും വേർതിരിവില്ല. അവരെല്ലാവർക്കും ഒരേ രീതിയിൽ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഉള്ള ഒരു നാടാണ് ഭാരതം. ലോകത്ത് തന്നെ ഇങ്ങനെ ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യം വിരളമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള രാജ്യത്തില്ലാത്ത പല സൗകര്യങ്ങളും, അതായത് ഇവിടുത്തെ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാനുള്ള അധികാരങ്ങളും എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത്ര ഫ്രീഡമുള്ള ഈ രാജ്യത്ത് ഇസ്രായേൽ എന്ന നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രായേലിലെ ജനങ്ങളെ അപമാനിച്ചു വിട്ടു എന്ന് പറയുന്നത് വീട്ടിലെ സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ചു വിടുന്നതിന്, സഹോദരങ്ങളെ അപമാനിച്ചു വിടുന്നതിന് തുല്യമായിട്ട് തന്നെ കാണുന്നവരാണ് ഭാരതീയര്. അപ്പൊ ഇതിനെതിരെ ജനരോക്ഷം തന്നെയുണ്ട്. ഇടുക്കിയിൽ കുമളി എന്ന് പറഞ്ഞ ഈ കാശ്മീരിൽ നിന്ന് കുടിയേറി വന്ന ഈ മുസ്ലിം യുവാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കിക്കാർ തന്നെ ആവശ്യപ്പെടുന്നത്.